അസ്സലാമു വറഹമത്തുള്ള. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ശ്രീ ബൈനൽ അമുദൈൻ, ജമീൽ സദഖി അസ്സഹാവി, അലി അഹമ്മദ് ബാക്സിർ, മുഹമ്മദ് ബിൻ സഅദ് അദ്ദബൽ. ഇന്തോനേഷ്യ, മംലക്കൽ അറബിയ സൗദിയ. ഓപ്ഷൻ സി ഇറാഖ്. ഓക്കെ, അപ്പൊ ഓരോ ആളുകളും ഏത് നാട്ടുകാരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇവരെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ 6 ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. നമുക്കറിയാം ജമീൽ സദഖി അസ്സഹാവി ഇറാഖിയാണ്. ഓക്കെ, അദ്ദേഹം ഇറാഖിയാണ്. പിന്നെ അലി അഹമ്മദ് ബാക്സിർ ഇന്തോനേഷ്യയാണ്, അദ്ദേഹത്തിന്റെ നാട് ഇന്തോനേഷ്യയാണ്. പിന്നെ പറയാനുള്ളത് മുഹമ്മദ് ബിൻ സഅദ് അദ്ദബൽ ആണ്, അദ്ദേഹം മംലക്കൽ അറബിയ സൗദിയാണ്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ജരീദ അറബിയ അൻഷഅഹ മുഹമ്മദ് അലി സന 1828 മീലാദിയ. 1828 മുഹമ്മദ് അലി പാഷ് പബ്ലിഷ് ചെയ്തിട്ടുള്ള പത്രത്തിന്റെ അറബി പത്രം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഓപ്ഷൻ തന്നതാണ്, ഓപ്ഷനിലാണ് നമ്മളൊന്ന് കൺഫ്യൂഷൻ വരിക. കാരണം ആദ്യം ഇങ്ങനെ ജസ്റ്റ് ആദ്യം 3 അങ്ങനെ തന്നു: ഹദീഖത്തുൽ അഖ്ബാർ, മിർഅത്തുൽ അഹ്വാൽ, അൽ വഖായുൽ മിസ്രിയ എന്ന് തന്നു. എന്നിട്ട് ഇങ്ങനെയാണ് ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ ഇവർ ഷഫിൾ ചെയ്തിട്ടാണ് കൊടുത്തത്, കറക്റ്റ് ഓർഡറിലല്ല. അപ്പം 3, 2, 1, നൺ ഓഫ് ദ എബോവ് എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ കറക്റ്റ് അവിടെ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല, അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അവർക്ക് നെഗറ്റീവ് ഈ ഒരു ഭാഗത്താണ് വരാറുള്ളത്, അപ്പൊ അത് കറക്റ്റ് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും പറയാം വക്കായോൾ മുസ്രിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ, അൽ വക്കായോൾ മുസ്രിയ. ഇത് പൊതുവെ നമുക്ക് അറിയുന്നതാണ്. പിന്നെ പോരാത്തതിന് പുതിയ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ, ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയത്. ആ ടെക്സ്റ്റ് ബുക്കിൽ അതില് എന്താണ് 7th ഞാൻ ജസ്റ്റ് താഴെ ഒരു പാഠത്തിന്റെ ലാസ്റ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് വക്കായോൾ മുസ്ലിയെ കുറിച്ചിട്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് മുഹമ്മദ് അലി പാഷ 1828 പബ്ലിഷ് ചെയ്തിട്ടുള്ള പത്രമാണ് വക്കാൽ മുസ്ലിയ എന്നുള്ളത്. അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ട് കാഹിറയിൽ നിന്നിട്ടാണ്. ഓക്കെ, യുഷറത്ത് മേൽ കാഹിറ എന്നുള്ളതാണ്. ആ പോയിന്റ് കൂടി നിങ്ങൾ അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പൊ അത് നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് വന്നിട്ട് അത് ചോദ്യമായിട്ട് പരിഗണിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് ഓൾറെഡി നമ്മൾ ജനറൽ ആയിട്ട് അറിയുന്ന കാര്യം കൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: اختر الصحيح من التصريحات الآتية عن القراءة السقالية. ഖിറാഅത്ത് സിഖാലിയെ കുറിച്ചിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ്. ഇതും ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, അങ്ങനെ ആദ്യം 3 തന്നു, പിന്നാണ് ഓപ്ഷൻസ് കൊടുത്തത്. ഓപ്ഷൻ എ ഇഷാത്തിർ ദാരിസു മഅൽ മുദരിസി മആനി അൽ കലിമാത്ത് സഹ്ല. ഓക്കെ, രണ്ടാമത്തത് ഇഷാത്തിർ ദാരിസു മഅൽ മുദരിസി മആനി അൽ കലിമാത്ത് അൽ അവീസ. മൂന്നാമത്തത് ഇഷാത്തിർ ദാരിസു മഅൽ മുദരിസി മആനി അൽ മുഫ്രദാത്തി ഫിൽ ഫിറഖി അസ്നാഇൽ ഖിറാഅ. ഇതിൽ ഏതാണ് ഖിറാഅത്ത് സഖാലിയയിൽ പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇത് അത്വാറുൽ ഖിറാഅയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഹാൻഡ് ബുക്കിന്റെ ഭാഗത്തുള്ളതാണ് അത്വാറുൽ ഖിറാഅ എന്നുള്ളത്. അതിൽ 3 അത്വാറുൽ ഖിറാഅയാണ് നമ്മൾ പഠിച്ചത്. ഇതിലിപ്പം സിഖാലിയെ കുറിച്ചിട്ടാണ് ചോദിച്ചത്, സ്കഫോൾഡഡ് റീഡിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം ഖിറാഅൽ മുവജ്ജഹ ഉണ്ട്, ഗൈഡഡ് റീഡിംഗ് ഉണ്ട്, ഖിറാഅത്ത് തശാറുഖിയ കൊളാബറേറ്റീവ് റീഡിംഗ് ഉണ്ട്, ഖിറാഅത്ത് സിഖാലി ഉണ്ട്, സ്കഫോൾഡഡ് റീഡിംഗ് ഉണ്ട്. അപ്പൊ സ്കഫോൾഡഡ് റീഡിങ്ങിലുള്ള ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അവിടെ സ്കഫോൾഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മുദരിസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും, അദ്ദേഹമാണ് അവിടെ സ്കഫോൾഡർ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇഷാത്തുൽ ദാരിസു മഅൽ മുദരിസി മആനി അൽ കലിമാത്തുൽ അവീസ. വളരെ പ്രയാസപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങൾ എന്താണ്, അധ്യാപകനോടൊപ്പം കുട്ടി എന്ത് ചെയ്യാണ് അവിടെ ഷെയർ ചെയ്ത് പഠിക്കുന്നതിനാണ് നമ്മൾ സ്കഫോൾഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഡിക്ഷണറി ത്രൂ അങ്ങനെ എങ്ങനെയും നമുക്ക് എന്താണ് ഒരു അധ്യാപകന്റെ ഒരു പ്രസൻസ് അവിടെ സ്കഫോൾഡ് റീഡിംഗിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി മറ്റു റീഡിങ്ങിന്റെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ അതുകൂടി ജസ്റ്റ് ഇതിന്റെ കൂടെ പറഞ്ഞുതരാം. കൊളാബറേറ്റീവ് റീഡിംഗ് നമുക്കറിയാം ഖിറാഅത്ത് തശാറുഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ മാത്രമാണ്, അവര് എന്താണ് വായിക്കുന്നതിനിടയിൽ ആ ഒരു ഫിറക്കൽ ഗ്രൂപ്പിൽ അവർ എന്ത് ചെയ്യാണ് അവരവരുടെ മാനൽ മുഫ്രദാത്തൊക്കെ അവർ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ തശാറുഖിയ ഖിറാഅത്ത് തശാറുഖിയ കൊളാബറേറ്റീവ് റീഡിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി ഗൈഡഡ് റീഡിംഗ് ആണെങ്കിൽ അത് ഖിറാഅൽ മുവജ്ജഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഖിറാഅ ഫർദിയാണ്, അവിടെ കുട്ടി ഒറ്റക്കാണ്. കുട്ടി ഇങ്ങനെ വായിക്കുന്നു, അപ്പൊ കുട്ടി വായിക്കുന്നതിനിടയിൽ കുട്ടിക്ക് അറിയാത്തതിന്റെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, അറിയുന്നതിന്റെ അവിടെ ശരിയിടുക, അങ്ങനെ കുട്ടി മാർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഖിറാഅ അൽ മുവജ്ജഹ എന്ന് പറയാം.
ഓക്കെ, ഇങ്ങനെ മൂന്ന് ത്വാൽ ഖിറ എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇത് നന്നായിട്ട് പഠിച്ചു പോകണം. പൊതുവെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഇത് ത്വാൽ ഖിറ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ പഴയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഫതാത്തുൽ അസ്ർ എന്നുള്ള ഒരു കവിതയിലെ വരിയാണ്. ഫതാത്തുൽ അസ്രി ഹയ്യൂഹ വൽ ഉലിയ അഇദ്ദൂഹ വസൂറു മിൻ അമാനതിഹ വബിൽ അഖ്ലാഖി റബ്ബൂഹ അദൻ ഉമ്മുൽ അത്ഫാലി വറബ്ബത്തു ദാരി റായിഹ മാതാ യുരീദു ഷാഇർ മിൻ ഹാദിൽ അബയാത്ത്. ഈ വരികളിൽ നിന്നിട്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്കറിയാം ഈ യൂണിറ്റ് തന്നെ ഒരു പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വിമൺ എംപവർമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതിൽ സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ്, ഇപ്പം പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക, അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ മൊത്തത്തിൽ പറയുന്ന ആശയം. ഇപ്പൊ ഈ വരികളിൽ പറയുന്നത് തെർബിയത്തുൽ ബനാത്തി അൽ അഖ്ലാഖുൽ ഹസന എന്നുള്ളതാണ്. നല്ല സ്വഭാവത്തില് പെൺകുട്ടികൾ എന്ത് ചെയ്യുക, വളർത്തുക. അതുപോലെ തന്നെ തഖൂദുൽ ഹസനാത്തുൽ റഫ, എന്താണ്, അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ആശയമാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അഥവാ വരികയാണെങ്കിൽ ഉന്നത ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനും അതിൽ നിന്നുള്ള തന്നെയാണ്. അതേ സെയിം വരി കൊടുത്തിട്ട് ഇതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ്. എഖ്തർ സ്വഹീഹ മിൻ തസ്രീഹാത്തിൽ ആത്തിയ. ഓക്കെ, ഇതിൽ നമുക്കറിയാം എന്താ ഉമ്മുൽ അത്ഫാലി എന്നൊക്കെ ഉണ്ട്. നാളെ കുട്ടികളുടെ ഉമ്മയാകും. പിന്നെ അതുപോലെ തന്നെ എന്താ അപ്പൊ ഇതിൽ പറയുന്നുണ്ട് സെറ്റക്കൂൻ ഉമ്മൻ സ്വാലിഹ മുസ്തഖ്ബൽ, നാളെ അവൾ എന്താവും, ആ ഭാവിയിൽ അവളൊരു സ്വാലിഹത്തായ ഒരു ഉമ്മയാവും. അപ്പം എന്താണ്, പെൺകുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്തണം, നല്ല അതുപോലെ കൂടിയിട്ട് വളർത്തണം എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, മറ്റു രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. അപ്പൊ ഒരു കവിത എങ്ങനെ മനസ്സിലാക്കുക, അതുകൊണ്ടാണ് കവിത പഠിക്കണം എന്ന് പറയുന്നത്. ഓരോ കവിതകളും പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നാണെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് വരാം. ഓരോ കവിതകളും അതിന്റെ ആശയങ്ങളും അതിന്റെ എഴുത്തുകാരെയും അല്ലെങ്കിൽ ഇപ്പൊ പോയറ്റ്സിനെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിക്കണം. ആ ഒരു ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് 2017 പാഠ്യ ഫിക്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അൽ ഖാനൂൻ ഫിഖ് ഇതാരുടെ പുസ്തകം എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് ഇബ്നു സീനയുടെ പുസ്തകമാണ്. അപ്പം ഇബ്നു സീനയെ കുറിച്ച് പൊതുവെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. UP ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ ഇതുപോലെ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു പാഠമുണ്ട്. അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വന്നത്. നമുക്ക് 2018 നടന്നിട്ടുള്ള HSST ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസിം ആണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആസിമത്തും അതുപോലെ തന്നെ ഉംലത്ത് പഠിക്കാനുണ്ട്. ഉംലത്തൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ് ആസിമത്ത്. അതുകൊണ്ടാണ് അത് ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആസിമത്ത് സിറിയന്റെ ആസിമ ക്യാപിറ്റൽ ആണ് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം ദിമഷ്ക് ആണ്, ഡമസ്കസ് ആണ് സിറിയന്റെ ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൽ ഒംലൽ മുസ്തഖ്ദമ ഫിൽ ഇമാറാത്ത്. ഇമാറാത്തിലെ ഒംലത്ത് ഏതാണെന്നുള്ളതാണ്. ദിനാർ, റിയാൽ, ദിർഹം, ഡോളർ. ഓക്കെ, നമുക്കറിയാം ദിർഹമാണ്. കറക്റ്റ് ആൻസർ ദിർഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൗഹർ സ്വഖലി അസ്സസ ഡാഷ്. ജാമിഅത്തുൽ അസ്ഹർ, ദാറുൽ തർജമ, ജാമിഅത്തുൽ ഖുത്ബ, അൽ ഹറമുൽ കബീർ. ജൗഹർ സ്വഖലി സ്ഥാപിച്ചത് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ജാമിഅത്തുൽ അസ്ഹർ ആണ്. ജാമിഅത്തുൽ അസ്ഹർ ആണ് ജൗഹർ സ്വഖലി സ്ഥാപിച്ചത്. നമ്മുടെ പുതിയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കറക്റ്റ് ഈ ക്വസ്റ്റ്യൻ. കാരണം അതിലെന്ന് പറഞ്ഞാൽ കുറെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം അതിൽ പറയുന്നുണ്ട് ജാമിഅത്തുൽ അസ്ഹർ സ്ഥാപിച്ചത് ജൗഹർ സ്വഖലി എന്നുള്ളതാണ്. അപ്പൊ അതിപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷമാണ് മാറിയത്. 2025 മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ആ 2025 നടന്നിട്ടുള്ള എക്സാമിനും കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് 2018 ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ 2025 നടന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. അപ്പൊ അതുകൊണ്ട് ജൗഹർ സ്വഖലി സ്ഥാപിച്ചതാണ് ജാമിഅത്തുൽ അസ്ഹർ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൻ ബുനിയൽ മസ്ജിദുൽ ജാമി ഡൽഹി. ഡൽഹിയിലെ മസ്ജിദുൽ ജാമി ആരാണ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ മലിക് അക്ബർ, ഓപ്ഷൻ ബി മലിക് ഷാജഹാൻ, ഓപ്ഷൻ സി മലിക് ബാബർ, ഓപ്ഷൻ ഡി മലിക് കുത്തുബുദ്ദീൻ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി മലിക് ഷാജഹാൻ ആണ്. മലിക് ഷാജഹാൻ ആണ് ഡൽഹിയിലെ മസ്ജിദുൽ ജാമിയ സ്ഥാപിച്ചത്.
ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 6ാം ക്ലാസ്സിലെ യൂണിറ്റിനും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിലിപ്പം പൊതുവെ ഇങ്ങനെ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ കുറച്ച് ഹാൻഡ് ബുക്കിന്റെ ഭാഗത്ത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഇപ്പം നമുക്കറിയാം റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട്, ലോട്ടസ് ടെമ്പിൾ, ചാർമിനാർ, ഇതിനെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മനഃസ്ഥാപിച്ചതും അത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ അതിലുണ്ട്. അപ്പം ഇതിന്റെ ഹാൻഡ് ബുക്ക് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഏത് ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ. വേറെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയത്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഒരു പാർട്ടായിട്ട് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എല്ലാം പഠിക്കുക. ഹാൻഡ് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വായിച്ച് എക്സാമിന് പോവുക ഇൻഷാല്ല. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.